ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് 200 റുപ്പീസ് നിങ്ങളെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ കിട്ടാവുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് അപ് ടു 1 lakh റുപ്പീസ് വരെ ഇതൊന്ന് ഏൺ ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഓരോ പ്രൊസീജിയറും ചെയ്യാൻ. എന്നാൽ മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് എമൗണ്ട് കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ കാര്യം സിമ്പിൾ ആണ്. എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അതായത് ഇവിടെ നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് റിവ്യൂ കൊടുത്തിട്ടാണ്. അതായത് ഒരു കോളേജിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അവർ ചോദിക്കും. ഓക്കെ, ആ ഡീറ്റെയിൽ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഇതിന്ന് എമൗണ്ട് റിസീവ് ചെയ്യാൻ പറ്റും. അതായത് ആ കോളേജിൽ ഏതൊക്കെ കരിക്കുലം എങ്ങനെയാണ്, ആ കോളേജിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്, ആ കോളേജിന് എൻവയോൺമെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ആ കോളേജിൽ പിന്നെ എത്ര സ്റ്റുഡൻസ്, സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ഇതിന്ന് ഏർണിങ്സ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പം നല്ല രീതിക്ക് റിവ്യൂ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഏർണിങ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് മന്ത്ലി ഏർണിംഗും കിട്ടുന്നുണ്ട്. അതായത് മന്ത്ലി ലീഡർ ബോർഡിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം കറക്റ്റ് ആയിട്ട് അതിലേക്ക് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ഏർണിങ്സ് കിട്ടുക, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ ത്രൂ ഔട്ട് കാണും. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, കാരണം ഇത്തരത്തിലുള്ള ഏർണിംഗ് പ്ലാറ്റ്ഫോംസ്, ഫ്രീലാൻസിംഗ് സ്കില്ലിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗൈസ്, കോളേജ് ദുനിയ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റർ ആവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസും കാര്യങ്ങളൊക്കെയാണ് വരിക. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് കോളേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള കോളേജിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് ഏൺ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് ഒരു 3 ലൈൻസ് കാണാം. അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസ് വരും. ഇവിടെ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് എ റിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഒരു ഏർണിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് എ റിവ്യൂ, റെഫർ ആൻഡ് വിൻ അപ് ടു 1 lakh റുപ്പീസ്. ഓക്കെ, അതായത് റിവ്യൂ എഴുതിയിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് എമൗണ്ട് കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാൻ പറ്റുക. അത് കറക്റ്റ് ആയിട്ടാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കി തരാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏൺ അപ് ടു 200 ഫോർ അപ്രൂവ്ഡ് റിവ്യൂ. നമ്മൾ ഒരു റിവ്യൂ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 200 റുപ്പീസ് അതിന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏൺ 20 റുപ്പീസ് പെർ റെഫറൽ. അതായത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 റുപ്പീസ് റിസീവ് ആവും, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിസീവ് ആവും, അതും നമ്മൾ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് തന്നെ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിസീവ് 500 ഫോർ റൈറ്റിംഗ് ആൻഡ് 100 ഫോർ എവറി റെഫറൽ റിവ്യൂ ഫ്രം സെലക്ടഡ് കോളേജ്. അതായത് ഇതിൽ കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. നിങ്ങളെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബോണസ് പോയിന്റ് ആണ്. അതായത് ആ സെലക്ടഡ് കോളേജിനെ പറ്റിയുള്ള റിവ്യൂ അല്ലെങ്കിൽ ആ ഒരു സെലക്ടഡ് കോളേജിൽ നിങ്ങൾക്ക് റെഫറൽ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതായത് 500 റുപ്പീസ് ആണ് ഏൺ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ സെലക്ടഡ് കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. അപ്പൊ ടോപ്പ് ആയിട്ടുള്ള കുറെ കോളേജസ് ഇവിടെ ഉണ്ട്. അതായത് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, മെഡിക്കൽ കോളേജസ്, അങ്ങനെ ഒരുപാട് കോളേജസ്, ആർട്സ് കോളേജ്, അങ്ങനെ ഒരുപാട് കോളേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് നിന്ന് ഏർണിങ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്ക് അടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി ക്യാഷ് റിവാർഡ് വരെ കൊടുക്കുന്നുണ്ട്. മന്ത്ലി ക്യാഷ് റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ ഒരു 1 lakh റുപ്പീസ് ആണ് ഒരു മന്തിൽ കൊടുക്കുന്നത്. സെക്കൻഡ് പൊസിഷനിൽ 50,000, തേർഡ് പൊസിഷനിൽ 30,000, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എമൗണ്ട് കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്നുണ്ട്. ഇനി നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ കറക്റ്റ് അവർ പറയുന്നുണ്ട്. സബ്മിറ്റ് യുവർ കോളേജ് റിവ്യൂ. അതായത് നമ്മൾ പഠിക്കുന്ന കോളേജസ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള റിവ്യൂസ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ പഠിക്കുന്ന കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഫോർ എവറി അപ്രൂവൽ റിവ്യൂ നമുക്ക് 200 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ കളക്ട് യുവർ റെഫറൽ കോഡ് വെച്ചിട്ട് നിങ്ങളെ ഫ്രണ്ട്സ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 റുപ്പീസ് ഈച്ച് റെഫറലിന് കിട്ടുന്നുണ്ട്. പിന്നെ റീച്ച് ഇൻ ദ ടോപ്പ് 10 ഓഫ് ദ ലീഡർ ബോർഡ്. ഇതാണ് നിങ്ങൾക്ക് അടുത്തൊരു മെത്തേഡ്. ഇതിലൂടെയാണ് നിങ്ങൾക്ക് 1 lakh റുപ്പീസ് ഒക്കെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പം റീച്ച് ഇൻ ദ ടോപ്പ് 10 ഓഫ് ദ ലീഡർ ബോർഡ് ബൈ ഗെറ്റിംഗ് റിവ്യൂസ് വയ റെഫറൽസ്. അതായത് ഒരുപാട് റെഫറൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ലീഡർ ബോർഡിൽ ഫസ്റ്റ് ആയിട്ട് ടോപ്പായിട്ട് വരാൻ പറ്റും. ടോപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 lakh റുപ്പീസ് ആയിരിക്കും ഇതിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങൾ പ്രോപ്പർലി മനസ്സിലാക്കുക. അവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, അടുത്ത് നോക്കാവുന്നതാണ് എന്തൊക്കെയാ കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും. അതായത് ഇത്തരം മെമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ എമൗണ്ട് ഒക്കെ ഏൺ ചെയ്തതാണ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റിന് 1 lakh റുപ്പീസ്, സെക്കൻഡിൽ 50,000, തേർഡ്, ഫോർത്ത്, അങ്ങനെ കുറഞ്ഞ് നിങ്ങൾക്ക്
ഇവിടെ 10,000 ആണ് ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടുന്നത്. അതായത് ബാക്കി 10% വരുന്നവർക്കൊക്കെ 10,000 rupees ഒക്കെയാണ് ഇവര് പ്രൈസ് മണി ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അത് മന്തിന്റെ ലാസ്റ്റിൽ അവർ റിവ്യൂ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഡു ആൻഡ് ഡോൺസ് പോയിന്റ്സ് ടു ബി കൺസിഡർ വൈൽ റൈറ്റിംഗ് ദ റിവ്യൂ. ബി ഫാക്ച്വൽ, ബി ഡീസന്റ്, ബി ഒറിജിനൽ. അതായത് ആരെയും കോപ്പി അടിച്ചിട്ടൊന്നും നമ്മൾ അതിലേക്ക് എഴുതരുത്. ഓക്കെ, നമ്മളുടേതായിട്ട് അഭിപ്രായം നമ്മളൊന്ന് റിസർച്ച് ചെയ്തിട്ട് അതിന് കിട്ടുന്ന അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ബി പേഷ്യന്റ്, അതായത് 8 സ്റ്റെപ്പ് ഉണ്ട്. ആ 8 സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതായത് നമ്മൾ ജസ്റ്റ് റഷ് ചെയ്ത് പോകരുത്. നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഓപ്ഷനും കൊടുക്കാൻ വേണ്ടി. പിന്നെ ബി സോഷ്യൽ, വൺസ് യു ഹാവ് ഡൺ വിത്ത് യുവർ റിവ്യൂ ഷെയർ ദ റിവ്യൂ വിത്ത് ദ മെനി സ്റ്റുഡൻസ്, അതർ സ്റ്റുഡൻസിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ റൂൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മന്ത്ലി വിന്നേഴ്സ് വിൽ ബി അനൗൺസ്ഡ് അറ്റ് സ്റ്റാർട്ട് ഓഫ് ഈച്ച് മന്ത്. ഓരോ മന്ത് തുടങ്ങുന്നതിന് മുന്നേ ആ മന്തിലുള്ള വിന്നേഴ്സിനും കാര്യങ്ങളൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ട് അവർക്ക് എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. ടോപ്പ് 3 മന്ത്ലി വിന്നേഴ്സ് റിസീവ് ചെയ്യുന്ന ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടു ബി എലിജിബിൾ ഫോർ ബോണസ് ക്യാഷ് റിവാർഡ് ദ ഫസ്റ്റ് പ്രൈസ് വിന്നർ ഷുഡ്, അതായത് റെഫറൻസിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് എൻ്റർ ആവാൻ. നിങ്ങൾക്ക് FAQ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ താഴെ FAQ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇതൊന്ന് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എന്തൊക്കെ ടൈപ്പിലാണ് നമുക്ക് റിവ്യൂസ് റൈറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ സെർച്ച് യുവർ കോളേജ് ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളെ കോളേജ് ഏതാണോ അത് നിങ്ങൾ സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കോളേജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഞാൻ അടുത്തതായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഗൈസ്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് കോഴ്സ് സെലക്ഷൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കോഴ്സ് ഏതാ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെയിം ചോദിച്ചിട്ടുണ്ട്, ഇമെയിൽ അഡ്രസ് ചോദിച്ചിട്ടുണ്ട്, മൊബൈൽ നമ്പർ, ജെൻഡർ ഏതാച്ചാൽ അത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് റെഫറൽ കോഡ് കാര്യങ്ങളൊക്കെ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ റെഫറൽ കോഡ് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് ജനറേറ്റ് ആയിട്ട് നിങ്ങളുടെ റെഫറൽ കോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. കമന്റ് ബോക്സിൽ നിന്ന് വേറെ ആരെങ്കിലും ആ റെഫറൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അവിടെ നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിർബന്ധമില്ല. ഓക്കെ, താഴെ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ്, ഇയർ ഓഫ് അഡ്മിഷൻ ചോദിച്ചിട്ടുണ്ട്. ഇയർ ഓഫ് അഡ്മിഷൻ ഏതാച്ചാൽ അത് കൊടുക്കുക. പിന്നെ കോഴ്സ് ഫീസ്, നിങ്ങൾ കോഴ്സിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ എത്ര വന്നാൽ അത് കൊടുക്കുക. പിന്നെ ക്ലാസ് സൈസ്, അതായത് ക്ലാസ്സിൽ എത്ര സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ബോർഡിന്റെ പെർസെന്റേജും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റാൻഡം ആയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഗ്രാജുവേഷൻ കാര്യങ്ങളൊക്കെ എവിടെ വെച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് എത്ര. പിന്നെ DDU അവൈൽ റിസർവേഷൻ ബെനിഫിറ്റോടെയാണോ നിങ്ങൾ കോളേജിൽ എൻ്റർ ചെയ്യുക, ആ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കൊടുക്കുക. പിന്നെ വാസ് ദർ ഈസ് എനി GD ഓർ PI ഫോർ അഡ്മിഷൻ ചോദിച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും പേഴ്സണൽ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാ ചോദിച്ചാൽ അത് നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ ഡിഡ് യു ഓപ്റ്റ് ഫോർ ഹോസ്റ്റലോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. പിന്നെ ഡസ് യുവർ കോളേജ് പ്രൊവൈഡ് പ്ലേസ്മെന്റ്, അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ അവർ നൽകുമെന്ന് ചോദിച്ചിട്ടുള്ള അത് നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ നെയിം ദ അതർ കോളേജസ് ആൻഡ് കോഴ്സസ് യു ഹാവ് അപ്ലൈഡ്, അതായത് നമ്മൾ മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ള അതർ ആയിട്ടുള്ള കോളേജസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഏതാന്ന് കൊടുക്കുക. പിന്നെ അതിന്റെ കോഴ്സ് ചോദിക്കുക. പിന്നെ വൈ ഡിഡ് നോട്ട് യു ഓപ്റ്റ് ഫോർ ദിസ് കോളേജ്, എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ആ ഒരു കോളേജിൽ പോകാതിരുന്നത്, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഡീറ്റെയിൽ മൊത്തം നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് അടിക്കുക. അപ്പൊ ഗൈസ്, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കണം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെൽ us the detailed fee structure, അതായത് ഇയർലി ഫീ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എത്രയാണ്. പിന്നെ സ്കോളർഷിപ്പ് ഡീറ്റെയിൽ, എന്തെങ്കിലും സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്. പിന്നെ മെൻഷൻ ദ ഫീ ഫോർ ദ കംപ്ലീറ്റ് കോഴ്സ് അലോങ് വിത്ത് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീ സ്ട്രക്ചർ എത്രയാണ്, അത് കൂടി വരുന്നുണ്ടോ കുറഞ്ഞു വരുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് പോയിന്റ് കൺസിഡർ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഇടയിൽ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിന് ഉത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. ഓക്കെ, ഇവിടെ നമ്മൾ താഴെ നോക്കി കഴിഞ്ഞാൽ മിനിമം 200 ക്യാരക്ടേഴ്സ് എന്തായാലും വേണം. അതായത് 200 ക്യാരക്ടർ നിങ്ങൾ മിനിമം കൊടുത്തിട്ട് വേണം ആ ഒരു കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാം. അല്ലാതെ കുറച്ച് മാത്രം എഴുതി വെക്കരുത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കുഡ് യു ഷെയർ യുവർ കോംപ്രഹെൻസീവ് എക്സ്പീരിയൻസ് അറ്റ് യുവർ റെസ്പെക്റ്റീവ് കോളേജ് ഇൻക്ലൂഡ് ബോത്ത് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിവ്യൂസ്, അതായത് നമ്മുടെ ഓവറോൾ എക്സ്പീരിയൻസ്, നമ്മുടെ കോളേജിൽ ആയിട്ടുള്ള ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതും. ഓക്കെ, പിന്നെ ആൾസോ ഇൻക്ലൂഡ് വാട്ട് ഈസ് ദ ഗേൾസ് ടു ബോയ്സ് റേഷ്യോസ്, ഗേൾസിന് ബോയ്സിന്റെ ഒരു റേഷ്യോ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് അവർ പറയുന്നുണ്ട്. ആ പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ആൻസർ ചെയ്യാൻ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിങ്സ് യു ലൈക്ക്ഡ്. ഓക്കെ, അപ്പം ഇവിടെ ഓരോ ബോക്സിലും നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. മിനിമം 40 ക്യാരക്ടർ. ഓക്കെ, 40 ക്യാരക്ടറിൽ ഓരോ ബോക്സിലും നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് 3 നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യുക. പിന്നെ തിങ്സ് യു ഡിസ്ലൈക്ക്ഡ് വെച്ചിട്ട് 3 കോളം ഉണ്ട്. ആ 3 കോളം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് റേറ്റ് യുവർ കോളേജ്
കോളേജ് ഓൺ യുവർ ഓവറോൾ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് എത്രയാ സ്റ്റാർ ചോദിച്ചാൽ അതും നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നെക്സ്റ്റ്. അപ്പൊ ഗൈസ് ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് പ്ലീസ് പ്രൊവൈഡ് ഇൻസൈറ്റ് അറൌണ്ട് ദ ഫാക്കൽറ്റി മെമ്പർ ഓഫ് യുവർ കോളേജ്. അതായത് കോളേജിലെ ഫാക്കൽറ്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൾസോ മെൻഷൻ അബൌട്ട് ദ കോഴ്സ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ എക്സാം സിസ്റ്റം ആൻഡ് മാർക്കിംഗ് സ്കീം. ഓക്കെ, നേരത്തെ പറഞ്ഞ മാതിരി ആ പോയിന്റ്സ് നിങ്ങൾ വായിക്കുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മിനിമം 200 ക്യാരക്ടർ വേണം. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഗൈസ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ വുഡ് യു റേറ്റ് ദ കോഴ്സ് കരിക്കുലം ഇൻ ടേംസ് ഓഫ് റെലവൻസ് ആൻഡ് കോംപ്രഹെൻസീവ്നെസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മളെ കരിക്കുലം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. കറന്റ് അതിന്റെ റെലവൻസ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ റിവ്യൂ കാര്യങ്ങളൊക്കെ എഴുതുക. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേലെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ യുവർ ഏണിംഗ് ആഫ്റ്റർ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ 40 ആയിട്ടുണ്ട്. കാരണം ഇത്ര സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമുക്ക് ആ ഒരു ഏണിംഗ് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ അത് റേറ്റ് കൊടുക്കുക. റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഗൈസ് സിക്സ്ത് സ്റ്റെപ്പിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വൈ ഡിഡ് യു ചൂസ് ദിസ് കോളേജ് ഓവർ അതർ കോളേജ് യു അപ്ലൈഡ് ടു. അതായത് അതർ കോളേജ് അപേക്ഷിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു കോളേജ് സെലക്ട് ചെയ്തത്. പിന്നെ കമ്പയർ യുവർ കോളേജ് ഓൺ ഡിഫറെന്റ് പാരാമീറ്റർ വിത്ത് ദ അതർ കോളേജ് യു അപ്ലൈഡ് ഫോർ. ഇഫ് യു കുഡന്റ് മേക്ക് ഇറ്റ് to other colleges, talk about the where went wrong. Also talk about the admission process of your college. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു, പിന്നെ അതർ കോളേജിന് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങളെ കോളേജസ് ഡിഫറെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മിനിമം 200 ക്യാരക്ടറിൽ നിങ്ങൾ എന്ത് ചെയ്യണം ടൈപ്പ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ ഗൈസ് അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്യാൻ യു ഡിസ്ക്രൈബ് യുവർ ഓവറോൾ എക്സ്പീരിയൻസ് വിത്ത് ദ ക്യാമ്പസ് ലൈഫ് focusing on social aspect, club involvement and the infrastructure provided. Okay, അതായത് നമ്മൾ ഓവറോൾ ക്യാമ്പസ് ലൈഫാണ് ഇവിടെ നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ കോളേജിന്റെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ, പിന്നെ ആ കോളേജിന്റെ ഓവറോൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് റേറ്റ് യുവർ ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എത്ര വെച്ചാൽ അത് റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഗൈസ് എട്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട്സ് ദ നൈറ്റ് ലൈഫ് ലൈക്ക് ഇൻ ഓർ അറൌണ്ട് യുവർ കോളേജ് ക്യാമ്പസ്. നമ്മളെ കോളേജ് ക്യാമ്പസിലും അതിന്റെ അറൌണ്ട് ആയിട്ട് അവിടുത്തെ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ റേറ്റ് ദ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്റ്റാറും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ ഗൈസ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഗിവ് എ നൈസ് ടൈറ്റിൽ ഫോർ യുവർ റിവ്യൂ. അതായത് നമ്മളിപ്പോ ഇത്രയും കൊടുത്ത ഒരു റിവ്യൂ ഉണ്ടല്ലോ, അതിന് ഒരു ടൈറ്റിൽ കൊടുക്കാം. നമുക്ക് എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റിവ്യൂക്ക് നമുക്ക് ഒരു നൈസ് കോളേജ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ടൈപ്പ് ചെയ്യാം. അതായത് ഇപ്പം മൈ പെർഫെക്റ്റ് കോളേജ്. ഓക്കെ, അപ്പം മൈ പെർഫെക്റ്റ് കോളേജ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിച്ചാൽ അതിനനുസരിച്ചുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മൈ പെർഫെക്റ്റ് കോളേജ് എന്നൊരു ടൈറ്റിൽ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എൻ്റർ യുവർ UPI വെച്ചിട്ടുണ്ട്. ആ UPI നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അതിലേക്കായിരിക്കും നമുക്ക് ഇവിടുന്ന് പേയ്മെന്റ് കിട്ടുക. അതായത് നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ അതിലേക്കായിരിക്കും നമ്മൾ ഡയറക്റ്റ് പേയ്മെന്റ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കും. അപ്പൊ ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രൊസീജിയർ ഒക്കെ വരുന്നത്. ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ കറക്റ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് ആക്കി വെച്ചാൽ അവർ റിവ്യൂ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് എമൗണ്ട് നിങ്ങളെ ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് റിസീവ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ചു നോക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾ ഓരോ ബോക്സിലും ആൻസർ കൊടുക്കുക. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. എന്നാൽ മാത്രം നമ്മളെ റിവ്യൂ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എങ്ങനെയാണ് ഇതെന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെഫറൽ ലിങ്ക് കിട്ടും. ആ റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ റെഫറൽ ലിങ്കിലൂടെ അവർ ഇതുപോലെ കോളേജിന് റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20 rupees ഓരോ റെഫറലും കിട്ടും ചെയ്യും. ഓക്കെ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് 1 lakh above ഇതെന്ന് ഏൺ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഓരോ ലീഡർ ബോർഡിലെ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നവർക്ക് ഫസ്റ്റ് ക്യാഷ് പ്രൈസ് മന്ത്ലി അവർ കൊടുക്കുന്നത് 1 lakh rupees ആണ്. അതെങ്ങനെ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ മാക്സിമം റെഫറൽ ചെയ്യുക. മാക്സിമം റെഫറൽ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലീഡർ ബോർഡിൽ നിങ്ങൾ കയറി ഒരു മന്തിന്റെ ലാസ്റ്റിൽ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 lakh rupees ആയിരിക്കും അടുത്ത മന്തിന്റെ ഫസ്റ്റിൽ തന്നെ അവർ അനൗൺസും കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഇതൊന്ന് ഏൺ ചെയ്യാൻ പറ്റുള്ള ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്കാണ് ഇന്ന് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഗൈസ് ഇത്രയൊക്കെയാണ് ഈ ഒരു ഏണിംഗ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം കൃത്യമായിട്ട് തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരു നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പൊ അതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.